ഹലോ, ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. കുറേ മോട്ടിവേഷൻ ഉണ്ടാവും, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തണുപ്പ് കാലത്ത് ചിരട്ട കത്തിച്ച് നല്ല കനലാക്കിയിട്ട് അതിൻ്റെ സൈഡിലിരുന്ന് കൈയും കാലെല്ലാം നല്ലോണം ചൂടാക്കും. റൂം ഹീറ്റർ ഉണ്ട്, എന്നാലും ഇതിൻ്റെ ചൂട് ഒരു പ്രത്യേക സുഖമാണ്. ചിരട്ട ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതാണ്. നമ്മൾ തേങ്ങ ഇടുന്ന ചിരട്ട ഒരു ചാക്കിലിട്ട് വെക്കും. അപ്പോൾ ഒരു വർഷമാകുമ്പോഴത്തേക്ക് ഒരു 2-3 ചാക്ക് ചിരട്ടയാവും. അത്രയും തേങ്ങ ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ അതിങ്ങനെ ചൂട് കാലത്ത് പാത്രത്തിൽ കത്തിച്ച് വെക്കും. ഡേഞ്ചർ പരിപാടിയാണ് കേട്ടോ. അതൊന്നും ആരും അനുകരിക്കൊന്നും വേണ്ട, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇതെന്താണെന്ന് വെച്ചാൽ, തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലെല്ലാം ഞാൻ ചെയ്യുന്നൊരു കാര്യമാണിത്. എൻ്റെ ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ചെടീൻ്റെ ചട്ടി ഇല്ലാത്ത സമയത്ത് എൻ്റെ കവറിൽ മണ്ണ് നിറച്ചിട്ട് നമ്മൾ ചെടി നടൂലേ, അങ്ങനെ നട്ട ചെടീൻ്റെ അതായത് കണ്ട ഇത് മുന്നേ മറ്റേ ഇതില്ലേ നിത്യകല്യാണി ബസിപ്പൂ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. നിറച്ചും പൂ വിരിയുന്ന അതിന് വലിയ മെയിൻ്റനൻസ് വേണ്ട, അതുകൊണ്ട് അതിഷ്ടം. അപ്പോൾ അത് ഇതുപോലെ കുറേ സഞ്ചിയിലാക്കി നട്ടിരുന്നു ഞാൻ. അന്നേരം ചട്ടിയൊന്നും അധികം വാങ്ങിയിട്ടില്ല. തുളസിക്ക് ഒരു ചട്ടി, ആലുവേരക്കൊരു ചട്ടി എന്ന് പറഞ്ഞാൽ ഏതാന്ന് ആലുവേര എന്ന് പറഞ്ഞാൽ മറ്റേ ആലുവേരക്കെന്ന് പറയണ പിന്നെ ആലുവേരക്ക് പറയുന്നത് എന്താന്ന് മറന്നുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും ആലുവേര എന്ന് പറഞ്ഞാൽ അറിയാലും ചെയ്തിരിക്കും. കറ്റാർ വാഴക്ക്, പിന്നെ പുതിനക്ക്, പിന്നെ അങ്ങനെയുള്ള ഒരു 3-4 ചട്ടി എൻ്റെ അടുത്ത് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ പാക്കറ്റിലെല്ലാം മണ്ണ് ഒന്നിച്ചിട്ടിട്ട്, പിന്നെ ചെടിയെല്ലാം ഇങ്ങനെ ഇതാവില്ലേ, കുറേ കഴിയുമ്പം പൂവെല്ലാം വിരിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഉണങ്ങി പൂവെല്ലാം നിന്ന് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് ക്ലീൻ ചെയ്യണ്ടേ, ആ പരിപാടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് പാക്കറ്റിൽ നിന്ന് മണ്ണ് ചാക്കിലേക്ക് ഇടും. ഇത് നിലത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടല്ലേ, എന്നാലും സൈഡിലോട്ടെല്ലാം തെറിക്കുന്നുണ്ട്. ഇതെൻ്റെ തുണി കഴുകുന്ന സ്ഥലമാണ്. നിങ്ങളവിടെ ഒരു കരിങ്കല്ല് കാണുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കിയാൽ കാണും കേട്ടോ. കരിങ്കല്ല് കുറച്ചപ്പുറത്ത്. എനിക്കിങ്ങനെ കാലൊക്കെ ഉരച്ച് കഴുകാനും, നമ്മൾ പണ്ട് തോട്ട് പോയിട്ടെല്ലാം കാലിങ്ങനെ ഉരച്ച് കഴുകും, നല്ല വൃത്തിയാവും അന്നേരം കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ. ഇപ്പോൾ തണുപ്പ് വരുമ്പോൾ ചെറിയ വിണ്ട് കീറലെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതിൻ്റെ കല്ലാന്ന് ഞാൻ തോർത്തൊക്കെ പുഴുങ്ങിയിട്ട് അടിച്ചലക്കും അതിൻ്റെ മുകളിൽ. നേരം കിട്ടുന്നൊരു സന്തോഷം, ആശ്വാസം ഭയങ്കരമാണ്. വാഷിംഗ് മെഷീനിലിടാണ്ട് അങ്ങനെയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ചാക്ക് വിരിച്ചിട്ട് ഞാൻ കുഞ്ഞി പാക്കറ്റിലെ മണ്ണെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാവരുടെ വീട്ടിലും ഒരു 3-4 ചട്ടി ചെടിയില്ലാത്ത വീട് ഏത് വീട്ടിലും ഉണ്ടാവില്ല കേട്ടോ. തുളസി ഇവരിപ്പം പൂജിക്കുന്നതുകൊണ്ട് പിന്നെ തുളസി എല്ലാ വീട്ടിലും ഉണ്ടാവും. പിന്നെ ഞാൻ ചെറിയ ജലദോഷം തൊണ്ടവേദന അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ചുക്കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഞാനതിൽ നമ്മൾ ശർക്കരയും തുളസിയിലയും ഇഞ്ചിയും, ചുക്കൊന്നല്ല ഇടുന്നത്, ചുക്കില്ലെങ്കിൽ ഇഞ്ചിയുടെ അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കൂലേ. അപ്പോൾ ഈ തുളസി ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഓക്കെ ആവും. അപ്പോൾ നമ്മൾ വേറെ വീട്ടിൽ പോയിട്ട് കുറച്ച് തുളസിയില തരുമെന്ന് ചോദിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ നടുന്നതാണ്. അപ്പോൾ പിന്നെ എനിക്ക് പണ്ടൊന്നുമില്ല, ഇപ്പോൾ ഈ മണ്ണ് നമ്മൾ കൈകൊണ്ട് നല്ലോണം പെരുമാറുമ്പോൾ കൈക്ക് ഒരു അലർജി പോലെ ചൊറിയുന്ന പോലെയല്ല. എപ്പോഴൊന്നുമില്ല അത്. എന്നാൽ അലർജി ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം എൻ്റെ പണിയായതെന്ന് പറഞ്ഞാൽ മിക്കവാറും സ്ക്രൂ ഡ്രൈവറാണ് കേട്ടോ. പിന്നെ സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് ഞാൻ അതിൻ്റെ, നമ്മൾ കട്ട പൊളിക്കുകയെന്നറിയില്ല, പണ്ട് നമ്മൾ നാട്ടിൽ സീസണിൽ വെള്ളരി നടും വയലിൽ. നെൽകൃഷി കഴിഞ്ഞിട്ടാകുമ്പോൾ കാലിയാകുന്ന വയലിൽ വെള്ളരി നടും. വെള്ളരി ഇടുമ്പോൾ കട്ട പൊളിക്കാൻ പോകും നമ്മൾ. പിന്നെ കാലി പൊട്ടിയോ നോക്കാകുമ്പോൾ കാലി പൊട്ടിക്കഴിഞ്ഞ പാട് കട്ടയെടുത്ത് വെച്ച് സ്ഥലമെല്ലാക്കി വെള്ളരി ചീരയെല്ലാം നടുമ്പോൾ എല്ലാവരും സ്ഥലം പിടിക്കാൻ പോകില്ലേ. എല്ലാവർക്കും അതുപോലെ നടുന്ന സ്ഥലം പിറ്റത്തെ കൊല്ലം കിട്ടുമെന്നാലും. അപ്പോൾ കട്ട പൊളിക്കാൻ നമ്മൾ കുഞ്ഞു നിലന്തല്ലിയായിട്ട് പോകുന്നത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. നൊസ്റ്റു ആണ്. പിന്നെ അപ്പോൾ ഇതെന്നാൽ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, തേങ്ങ നമുക്കിതുപോലെ തേങ്ങ കുച്ചോടെയല്ലേ കിട്ടുക ഇവിടെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ കുച്ച് സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് കളയൽ കേട്ടോ. എല്ലാവർക്കും പിന്നെ എല്ലാവരും കത്തിയാളുകൊണ്ടും എല്ലാം കളയുമ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് കളയാം. അപ്പോൾ ഇതെന്തിനിപ്പം കളയുന്നത് വെച്ചാൽ, ഞാനിങ്ങനെ വാങ്ങുന്ന തേങ്ങയെല്ലാം ചിരട്ട തണുപ്പ് കാലത്ത് കത്തിക്കാനെടുക്കും. ഇതിൻ്റെ കുച്ചെന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുപോലെ വെവ്വേറെ ആക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ചകിരിച്ചോറൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ എപ്പോഴും നമ്മളൊരു മണ്ണിലേക്ക് ആക്കുമ്പോൾ അവിടെ കുറേ ചകിരിച്ചോറ് വരില്ലേ. അപ്പോൾ ആ മണ്ണ് നല്ല ഫെർട്ടിലൈസായിട്ട് വരും, നല്ല വളക്കൂറുള്ള മണ്ണായിട്ട് വരും. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ,
എനിക്ക് ഇന്നും ചട്ടി വാങ്ങണം. ഇപ്പോൾ വാങ്ങിയില്ല. ഞാൻ ഈ വീഡിയോ ഇടുമ്പം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനത് ചെയ്യുന്ന സമയത്ത് ചട്ടി വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മണ്ണില്ലത് അതെല്ലാം നല്ല വൃത്തിയിൽ നല്ല മണ്ണാക്കിയിട്ട് വേറെ തന്നെ ഒരു സഞ്ചിയിൽ ഒന്നിച്ചെടുത്ത് വെക്കുക. എന്നിട്ട് ചട്ടി വാങ്ങിയിട്ടാകുമ്പോൾ എല്ലാ ചട്ടിയിലേക്കും നിറക്കാമെന്നുള്ള പരിപാടിയാണ് ഞാനിപ്പം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റൈലാക്കി എവിടെയെങ്കിലും പോകുമ്പോൾ ഡ്രസ്സ് ഇട്ടിട്ടും നെയിൽ പോളിഷ് ഇട്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ മാത്രമൊന്നുമല്ല ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചോദിക്കും വീട്ടിൽ എങ്ങനെയാണ് സമയം പോകുന്നത്, വെറുതെ ഇരിക്കുന്നത്, കിടന്നുറങ്ങുവാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഈ വെണ്ണീര് എവിടെ നിന്ന് വന്നു? നേരത്തെ കാണിച്ചില്ലേ, പിന്നെ തേങ്ങ ചിരട്ട കത്തിച്ച് കനൽ കാണിച്ചില്ലേ, അതങ്ങനെ കത്തിച്ചാകുമ്പോഴത്തേക്ക് ഒരുപാട് വെണ്ണീര് വരും. ആ വെണ്ണീര് പിന്നെ ചൂട് പോയാൽ ഞാൻ പാക്കറ്റിലെടുത്ത് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ വെണ്ണീരും മണ്ണും ചകിരിച്ചോറും പിന്നെ കൂടാണ്ട് ചായ വെച്ചിട്ടാകുമ്പോൾ ചായപ്പിണ്ടി 2-3 വട്ടം വെള്ളത്തിൽ കഴുകി അതിൻ്റെ മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് ചായ വെക്കുന്നില്ല. അപ്പോൾ ചായപ്പൊടീൻ്റെ മധുരം എല്ലാം കളഞ്ഞിട്ട് അങ്ങനെ ചായപ്പിണ്ടിയും പിന്നെ ഇതിലോട്ടിടും. പിന്നെ മുട്ട നമ്മൾ പുഴുങ്ങോ ഓംലെറ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തി കഴുകി നല്ല പോലെ പൊടിച്ച് പഴയ മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ജാറിലിട്ട് പൊടിച്ചാലല്ലേ, ഞാൻ കൈ കൊണ്ട് അല്ലെങ്കിൽ ചിരട്ട കൊണ്ടൊക്കെ കുത്തി നല്ലപോലെ പൊടിച്ച് ഇതിൽ മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ചെടി നടാൻ എടുക്കുന്നത്. അത് കാരണം തുളസിയൊക്കെ നല്ല തഴച്ച് വളരും. അതുപോലെ പിന്നെ നിത്യകല്യാണിയൊക്കെ നിറച്ചും പൂടും. പിന്നെ അങ്ങനെ നല്ല ആരോഗ്യമുള്ള നല്ല ചെടികളായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മാക്സിമം കൈ കൊണ്ട് ചെയ്യാണ്ട് നോക്കുന്നത് എനിക്ക് കൈക്ക് ഇതുപോലെ ചൊറിഞ്ഞ് കുഞ്ഞു കുരു പോലെ വരും. അങ്ങനെ ഇപ്പോൾ ഒന്നുമില്ല, പക്ഷേ അങ്ങനെ ഞാൻ പെരുമാറുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കാട്ടൻ കോരിയിലോട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് ഇടുവാന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ കാട്ടൻ കോരി ഇന്നാൾ എന്തിനോ സ്നേഹം ചോദിക്കുമ്പോൾ അതിൽ ഭയങ്കര മണ്ണിപ്പം കണ്ട നല്ല വൃത്തിയിലെ കാട്ടൻ കോരി തന്നെയാണ്. പക്ഷേങ്കിൽ ഞാനിതിങ്ങനെ ചെയ്തിട്ട് എപ്പാട് കഴുകി വെക്കാൻ വിട്ടുപോയി. അതെൻ്റെ ഒരു നെഗറ്റീവാണ്. ഞാൻ ചിലപ്പോൾ അത് ആ സമയത്ത് ചെയ്തു വെക്കാൻ വിട്ടു. അപ്പോൾ അങ്ങനെ മണ്ണ് കണ്ടിട്ട് ശ്രീയുടെ ദേഷ്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൃത്തിയിൽ വെക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ ശ്രീയേട്ടൻ എൻ്റെ വീഡിയോയിലും കാണലുണ്ട്. അപ്പോൾ കാണട്ടെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ കാട്ടൻ കോരിക്കൊരു വൃത്തി കുറവെന്ന് ഞാൻ പറയുവാണേ. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഇതിൽ വന്ന് പറയുന്നത്, പിന്നെ അങ്ങനെ അത് വർത്തമാനം പറയുന്നതിൻ്റെ ഓളത്തിലങ്ങ് പറയുന്നത്.